ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഫ്സിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അറിവ് സൂഫിസത്തിലെ ആത്മീയ യാത്രയുടെ ഓരോ പടിയെയും മനസ്സിലാക്കാൻ സഹായിക്കും. അതിലേറ്റവും താഴത്തെ നിലയാണ് നഫ്സുൽ അമ്മാറ. എന്താണ് നഫ്സ് എന്ന് നമുക്കാദ്യം മനസ്സിലാക്കാം. നഫ്സ് എന്നത് മനുഷ്യൻ്റെ സ്വയം, സെൽഫ്, അഹംഭാവം, ഈഗോ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ഇന്ദ്രിയപരമായ പ്രേരണകൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ശരീരത്തെ ഭൗതിക ലോകവുമായി ബന്ധിപ്പിക്കുന്നതും പലപ്പോഴും തിന്മകളിലേക്കും തെറ്റായ ചിന്തകളിലേക്കും നയിക്കുന്നതുമായ മനുഷ്യൻ്റെ ആന്തരിക ശക്തിയാണിത്. നഫ്സിനെ മെരുക്കിയെടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് സൂഫിസത്തിലെ പ്രധാന ആത്മീയ പോരാട്ടം തന്നെ. സൂഫികൾ നഫ്സിന് പ്രധാനമായും 7 ഘട്ടങ്ങളാണ് കൽപ്പിക്കുന്നത്. ഓരോ ഘട്ടവും നഫ്സിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളെയും ആത്മീയ പുരോഗതിയെയും സൂചിപ്പിക്കുന്നു. ഈ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് നഫ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഒരു സൂഫിയുടെ പ്രധാനമായ ലക്ഷ്യം. നഫ്സുൽ അമ്മാറ, അതായത് നഫ്സിൻ്റെ ഏറ്റവും താഴ്ന്നതും അപകടകരവുമായ നിലയാണിത്. തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സ് എന്നാണ് ഇതിനെ സാധാരണയായി വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും നഫ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. നഫ്സുൽ അമ്മാറയുടെ പ്രധാന സവിശേഷതകൾ മനസ്സിലാക്കാം. അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ. ഈ നഫ്സ് ഭൗതികമായ ആഗ്രഹങ്ങൾ, സുഖങ്ങൾ, സ്വാർത്ഥത എന്നിവയുടെ പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുന്നു. അത്യാഗ്രഹം, കോപം, അസൂയ, പക തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെയെല്ലാം ഈ അവസ്ഥയിൽ പ്രബലമായിരിക്കും. തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഇത് മനുഷ്യനെ പാപങ്ങളിലും തെറ്റായ കാര്യങ്ങളിലും ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഉള്ള ചിന്തകൾ ഈ അവസ്ഥയിൽ സ്ഥാനമുണ്ടാവില്ല. അഹങ്കാരവും ധിക്കാരവും. ഈ നഫ്സുള്ളവർ സ്വന്തം കഴിവുകളിൽ അമിതമായി വിശ്വസിക്കുകയും മറ്റുള്ളവരെ നിസ്സാരമായി കാണുകയും ചെയ്യും. ദൈവകൽപ്പനകളെ ധിക്കരിക്കാനും ഇത് പ്രേരിപ്പിച്ചേക്കാം. ബോധമില്ലായ്മ. താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഇവർക്ക് ബോധമുണ്ടായിരിക്കില്ല. തിന്മയിൽ മുഴുകി അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ടു പോകുന്നു. ഒരു സൂഫിക്ക് തൻ്റെ ആത്മീയ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ നഫ്സുൽ അമ്മാറയെ തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ നിയന്ത്രിക്കാൻ കർശനമായ ആത്മപരിശോധന, അതുപോലെ ദിക്ർ, മുജാഹദ തുടങ്ങിയ ശരിയായ ധാർമ്മിക പരിശീലനം എന്നിവ അത്യാവശ്യമാണ്. ഒരു ആത്മീയ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ ഈ നഫ്സിനെ മെരുക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. നഫ്സുൽ അമ്മാറയെ കീഴടക്കുമ്പോഴാണ് ഒരു സൂഫി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഘട്ടങ്ങൾ നഫ്സിൻ്റെ കൂടുതൽ ശുദ്ധീകരിച്ച അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ഘട്ടമാണ് നഫ്സുൽ ലവ്വാമ. തിന്മകൾ ചെയ്യുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന നഫ്സ്. നഫ്സുൽ അമ്മാറയേക്കാൾ ഉയർന്ന നിലയാണ് നഫ്സുൽ മുൽഹിമ. നന്മയിലേക്കും തിന്മയിലേക്കും പ്രചോദനം ലഭിക്കുന്ന നഫ്സ്. ഈ ഘട്ടത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള കഴിവ് വർദ്ധിക്കുന്നു. മറ്റൊന്ന് നഫ്സുൽ മുത്മഇന്ന, മനസ്സമാധാനവും സംതൃപ്തിയുമുള്ള നഫ്സ്. ഇത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുകയും സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിൽ ഈ നഫ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന് നഫ്സുർ റാദിയ, അള്ളാഹുവിൽ പൂർണ്ണമായും സംതൃപ്തനായ നഫ്സ്. അള്ളാഹുവിൻ്റെ വിധിയിൽ സന്തോഷിക്കുകയും നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യുന്നു. നഫ്സുൽ മർദിയ, അള്ളാഹുവിന് തൃപ്തികരമായ നഫ്സ്. ഈ നഫ്സുള്ളവരിൽ അള്ളാഹു സംതൃപ്തനായിരിക്കും. നഫ്സുൽ കാമില, അതായത് നഫ്സിൻ്റെ ഏറ്റവും ഉയർന്നതും പൂർണ്ണവുമായ അവസ്ഥ. ഇത് തികഞ്ഞ ആത്മീയ ബോധവും ദിവ്യജ്ഞാനവും കൈവരിച്ച അവസ്ഥയാണ്. സൂഫിസത്തിലെ ആത്മീയ യാത്ര എന്നത് ഈ നഫ്സിൻ്റെ വിവിധ തലങ്ങളിലൂടെയുള്ള ഉയർച്ചയും ശുദ്ധീകരണവുമാണ്. നഫ്സുൽ അമ്മാറയെ കീഴടക്കി തുടങ്ങുന്ന ഈ യാത്ര നഫ്സുൽ കാമിലയിൽ എത്തിച്ചേരുമ്പോൾ പൂർണ്ണതയിലെത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം.